52 ദിവസം കരയിൽ കിടന്ന് എല്ലാ പാടുകൾ കളിച്ച് ബോട്ടൊക്കെ പെയിന്റ് ചെയ്ത് എല്ലാ കംപ്ലൈന്റ് ആക്കി കളിച്ചിട്ട് ഒരു പ്രവേശയോട് കൂടി കടലിൽ ചെല്ലുകയാണ്. ദൈവം നമ്പർ എന്ത് തരുന്നോ അതുപോലെ നടക്കും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. 52 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കടലിൽ പോകാനുള്ള മുന്നൊരുക്കത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധനം കഴിയുന്നതോടെ മത്സ്യമേഖല നല്ല രീതിയിൽ ഉണരുമെന്നാണ് ബോട്ടുടമകളുടെയും തൊഴിലാളികളുടെയും പ്രത്യാശ. വല നിറയെ മീനുമായി എത്തുന്ന തീരത്തെ ഉത്സവ നാളുകൾക്കായി അവർ ഒരുങ്ങിക്കഴിഞ്ഞു. ജൂൺ 10 അർദ്ധരാത്രി ആരംഭിച്ച മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം 31 അർദ്ധരാത്രി അവസാനിക്കുകയാണ്. 52 ദിവസം കരയിൽ കിടന്ന് എല്ലാ പാടുകൾ കളിച്ച് ബോട്ടൊക്കെ പെയിന്റ് ചെയ്ത് എല്ലാ കംപ്ലൈന്റ് ആക്കി കളിച്ചിട്ട് ഒരു പ്രവേശയോട് കൂടി കടലിൽ ചെല്ലുകയാണ്. ദൈവം നമ്പർ എന്ത് തരുന്നോ അതുപോലെ നടക്കും. അകപ്പാടാ മൊത്തം എല്ലാവരും കഷ്ടപ്പാടോടെ കൂടി ആ വലിയൊരു പ്രദേശം കൂടെ പോകുന്നത്. എല്ലാം കിട്ടുമെന്ന് പറഞ്ഞ ഒരു ഇതിന് ഇല്ല. ഇത് ആദ്യമായിട്ട് പണിക്ക് പോകാൻ പോകുന്നത് 56-55 ദിവസത്തിന് ശേഷം ഇപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോകാൻ പോകുന്നത്. എല്ലാവരും ഭയങ്കര പ്രദേശോടെ എന്തെങ്കിലും കിട്ടുന്ന സമയമായി പോകുന്ന സമയം. കാലാവസ്ഥ എങ്ങനെയുണ്ട്? കാലാവസ്ഥ ഇപ്പൊ 2-3 ദിവസമായിട്ട് ഇപ്പൊ കുറച്ച് വെള്ളം. നേരത്തേക്ക് മോശമായിരുന്നു. മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റുമായിരുന്നു, മഴയും കാറ്റുമായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. തൊഴിലാളികളും ബോട്ടുടമകളും വലയും ബോട്ടും ഒരുക്കുന്നതിന്റെ അവസാനവട്ട തിരക്കിലാണ്. കരയ്ക്ക് കയറ്റിയ ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികളും പെയിന്റിംഗും ഒക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇപ്പോൾ മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവരിൽ ഭൂരിപക്ഷവും. നിരോധന കാലത്ത് അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിയ ഇവർ തിരിച്ചെത്തി തുടങ്ങി. ഇത്തവണ മഴ കൂടുതൽ ലഭിച്ചതിനെ തുടർന്ന് കടൽ തണുത്ത് കിടക്കുന്നത് പ്രതീക്ഷ കൂട്ടുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളായി കടലിൽ പോയ പരമ്പരാഗത വള്ളങ്ങൾക്ക് മത്തിയും ചെമ്മീനും ലഭിച്ചിരുന്നു. കിളിമീൻ, പൂവാലൻ, ചെമ്മീൻ എന്നിവ ധാരാളമായി ലഭിക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞുള്ള ദിവസങ്ങൾ. 40 ദിവസം എല്ലാ പണിയും കളിച്ച് ഇറക്കുമ്പോൾ ഒരു 8-9 ലക്ഷം രൂപ ഏതായാലും പെയിന്റ് അടിച്ച് ഫുൾ പെയിന്റ് ചെയ്ത് ഇറക്കണമെങ്കിൽ എല്ലാം കൂടി ഒരു 8-9 ലക്ഷം രൂപ 7-8 ലക്ഷം കുറഞ്ഞതാവും എല്ലാ പണിയൊക്കെ തീർച്ചിറക്കും. ഈ നീണ്ടര ശക്തിയുള്ള ഹാർബറിൽ എത്രത്തോളം മത്സ്യബന്ധന ബോട്ടുകളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള? ഒരു 3000 അടുപ്പിച്ച് ഏകദേശം 3000. ഇപ്പൊ കുറച്ചൊക്കെ കണ്ടിച്ചൊക്കെ പോയി, എന്നാലും 3000 അടുപ്പിച്ചൊക്കെ കാണും. ഈ ട്രോളിംഗ് നിരോധന സമയത്ത് നിങ്ങളുടെ ചെലവ് ഇതൊക്കെ എങ്ങനെയായിരുന്നു കഴിഞ്ഞത്? സർക്കാർ 8000 രൂപ ഇത് നിരോധനം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തരും. അത് മാത്രമേ വെച്ച് ജീവിച്ചു പോകുന്നുള്ളൂ, വേറെ ഒരു പണി നമുക്കില്ല. ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കപ്പൽ അപകടങ്ങളെ തുടർന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ വലിയ തോതിലുള്ള നഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. വലകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് തിരിച്ചടിയായി. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് വലിയ ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങുമ്പോൾ അവരിലും ഈ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എങ്കിലും കടലമ്മ കനിയുമെന്ന പ്രതീക്ഷയിൽ അവർ കടലിലേക്ക് ഇറങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.